വയോധികരെ ശുശ്രൂഷിക്കുന്ന സംസ്കാരം വളർത്തിയെടുക്കുവാൻ എല്ലാവരും കൂട്ടായി പരിശ്രമിക്കണമെന്ന് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ലോക വയോജന ദിനാചരണത്തിന്റെ രൂപതാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കിൻസുക്കി യൂണിസെക്സ് സലൂൺ ആൻഡ് ബ്യൂട്ടി ഹബ്, കിലോ ബസാർ ബിൽഡിംഗ് നിയർ കെഎസ്ആർടിസി സബ് ഡിപ്പോ, വെള്ളയാങ്കുടി. ജീവിത തിരക്കിനിടയിൽ പ്രായമേറിയ മാതാപിതാക്കൾ ഒഴിവാക്കപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്യുന്ന രീതി വർദ്ധിച്ചുവരുന്ന കാലമാണിത്. വാർദ്ധക്യത്തിൽ ആരും ഒറ്റയ്ക്കല്ല എന്ന പ്രതീക്ഷയുടെ സന്ദേശം കൈമാറാൻ കഴിയേണ്ടതുണ്ട്. മുതിർന്ന തലമുറയുടെ കഠിനാധ്വാനവും ത്യാഗപൂർണമായ ജീവിതവുമാണ് കുടുംബത്തെയും പൊതുസമൂഹത്തെയും രൂപപ്പെടുത്തുന്നതിന് കാരണമായതെന്ന് പുതുതലമുറ നന്ദിയോടെ സ്മരിക്കണം. കുടുംബങ്ങളിൽ പ്രായമായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന രീതി കുട്ടികളിൽ ശീലമാക്കി മാറ്റണം. വയോധികരോടുള്ള ആദരം ആചരണത്തിൽ അവസാനിക്കാതെ ജീവിതശൈലിയാക്കി മാറ്റാൻ പരിശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രായമായവർ പരാതികളും പരിഭവങ്ങളുമില്ലാതെ എപ്പോഴും സന്തോഷത്തിലായിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിങ്ങളെല്ലാവരും ശാരീരികമായിട്ട് അല്പം 70-ൽ കൂടുതലാണെങ്കിലും മാനസികമായിട്ട് എല്ലാവരും 25-കാരാണെന്നാണ് നിങ്ങളെല്ലാ പ്രവർത്തനങ്ങളും തെളിയിക്കുന്നത്. നിങ്ങളുടെ ചിന്തകളിലെല്ലാം ആ ഒരു 25-30 വയസ്സുകാരുടെ ഊർജ്ജസ്വലതയെല്ലാം ഉണ്ട്. ഇത് ഞാൻ വെറുതെ പുകഴ്ത്തി പറയുന്നതല്ല. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് വളരെ ചെറിയ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, നിങ്ങൾ ഒരുപാട് അധ്വാനിച്ചു. നിങ്ങൾക്ക് സാധിക്കാവുന്ന രീതിയിലെല്ലാം നിങ്ങൾ അധ്വാനിച്ചു. അതുകൊണ്ട് ഇനി നന്ദിയുള്ളവരായിരിക്കും. ഈ കാലഘട്ടം വരെ ജീവിക്കാനായിരുന്നു. ഇവിടെ 100 വയസ്സിൽ കൂടുതലുള്ള അമ്മച്ചിയുണ്ട്, 90-കാരുണ്ട്, 80-കാരുണ്ട്, 70-കാരുണ്ട്. യഥാർത്ഥത്തിൽ എത്രയോ പേരാണ് 20-ാം വയസ്സിലും 30-ാം വയസ്സിലും ബാലധീനമായിട്ടും അല്ലെങ്കിൽ മറ്റു രോഗങ്ങളായിട്ടൊക്കെ ഈ ലോകത്ത് നിന്ന് യാത്രയായത്. അപ്പോൾ ദൈവം നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് ഇത്രയും കാലം ജീവിക്കാനും ഇന്നിവിടെ വരാനും നിങ്ങളെപ്പോലുള്ള സമപ്രായക്കാരെ കാണാനും. നിങ്ങൾ സന്തോഷവാന്മാരാണോ? ആണോ? അതെ. അപ്പോൾ നമ്മുടെ ദൈവത്തിന് നന്ദി പറയും. ഇനി നിങ്ങളുടെ മക്കളെ പ്രതി, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ വിജയങ്ങളെ പ്രതി, പരാജയങ്ങളെ പ്രതി, നേടാൻ പറ്റാത്ത കാര്യങ്ങളെ പ്രതി എല്ലാം ദൈവത്തിന് നന്ദി പറയാൻ പറ്റും. യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സ്വപ്നങ്ങൾ ഒത്തിരി വലുതായതുകൊണ്ട് ചില കാര്യങ്ങൾ നേടിയിട്ടില്ല എന്ന് നമുക്ക് തോന്നും. മറ്റുള്ളവരോട് നമ്മൾ താരതമ്യപ്പെടുത്താൻ നോക്കിയാൽ നമുക്ക് സങ്കടം വരും. നമുക്ക് ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്തു. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് നന്ദി പറയുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ചെയ്യാതിരുന്നിട്ടുണ്ട്. കുറച്ചൊക്കെ ദൂർത്തടിച്ചിട്ടുണ്ട്, വെള്ളമടിച്ച് ദൂർത്തടിച്ചവരുണ്ട്. അങ്ങനെയുള്ളവരുണ്ടോ? കൈയൊന്നും പൊക്കണ്ട, ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. വഴക്കും കൂടി ദൂർത്തടിച്ചിട്ടുണ്ട്. പിന്നെ പല രീതിയിൽ നമ്മൾ ദൈവം തന്ന അവസരങ്ങളെയൊക്കെ വിനിയോഗിക്കാതിരുന്നിട്ടുണ്ട്. അതിന് നമ്മൾ ദൈവത്തോട് മാപ്പ് ചോദിക്കണം. കരയൊന്നും വേണ്ട എന്നാലും. പക്ഷേ നമ്മൾ ഈ അവസാനം കേട്ട പാട്ടിൽ അതിൻ്റെ വിഷ്വൽ, അതിൻ്റെ ദൃശ്യാവിഷ്കാരത്തിൽ കണ്ടതുപോലെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇനിയുള്ള കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യമേ നമുക്ക് പാടുള്ളൂ, നമ്മൾ പ്രതീക്ഷിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കില്ല. ഒരിക്കലും അച്ഛൻ്റെ അമ്മ ഒരു 85 വയസ്സുള്ള ഒരു അമ്മച്ചിയാണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന അച്ഛനാണ്. അപ്പം ഞാൻ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അമ്മച്ചിയുടെ കാര്യമൊക്കെ അന്വേഷിച്ചു. തിരിച്ചു വന്നപ്പോൾ അച്ഛനൊരു കാര്യം പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴെല്ലാം അമ്മയ്ക്ക് എന്നോട് രഹസ്യമായിട്ടൊരു കാര്യം പറയണം. രഹസ്യമായിട്ട് അമ്മ പറയാതിരിക്കുന്ന കാര്യം, മരുമകൾ ചിലപ്പോൾ വഴക്ക് പറഞ്ഞത്, അച്ഛൻ്റെ അനിയനാണ് അമ്മയെ നോക്കുന്നത്, അനിയൻ ചിലപ്പോൾ അല്പം ദേഷ്യപ്പെട്ടത്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കൊച്ചു കൊച്ചു പരിഭവങ്ങളാണ്. അച്ഛനോട് പറഞ്ഞു, എൻ്റെ അനിയനും അനിയത്തിയും നന്നായിട്ട് ഈ അമ്മയെ നോക്കുന്നുണ്ട്. പക്ഷേ അമ്മച്ചിക്ക് എന്നോട് ഇച്ചിരി പരാതി പറഞ്ഞാലേ ഒരു സമാധാനമുള്ളൂ. പക്ഷെ ഞാനിപ്പോൾ പ്രോത്സാഹിപ്പിക്കാറില്ല, ഞാനത് കേൾക്കാറില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒത്തിരി പരാതിയൊക്കെ വരും. മനുഷ്യരായിട്ടുള്ള എല്ലാ ആളുകൾക്കും പരാതിയാണ് അല്ലേ? പരാതിയാണ്. അതുകൊണ്ട് നമ്മുടെ പരാതികൾ അടിസ്ഥാനം ഉണ്ടാകട്ടെ ഇല്ലാതാകട്ടെ, ഈ ലോകത്തിൽ കുറവില്ലാത്ത ആരുമില്ല. അതുകൊണ്ട് നമ്മൾ എല്ലായ്പ്പോഴും സന്തോഷത്തിലായിരിക്കും. ചിലപ്പോൾ സങ്കടമായിരിക്കും, ചിലപ്പോൾ മക്കൾ വേണ്ട രീതിയിൽ നമ്മളെ നോക്കുന്നില്ല,
അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട്, രോഗം, നമ്മൾ സന്തോഷിക്കാനായിട്ട് നമുക്ക് കഴിയണം. മൂന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളോടൊക്കെ ഫോൺ വിളിച്ച് വർത്തമാനം പറയും. വീട്ടിലെ കുറ്റങ്ങളൊന്നുമല്ല, ചുമ്മാ പഴയ കാര്യങ്ങൾ ഓർത്ത് വർത്തമാനം പറഞ്ഞും. പ്രായമായ ആളുകൾ കൂടുതൽ സമയം മൊബൈലിൽ സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് ഓർമ്മക്കുറവ് കുറയുന്നതാണ്. പക്ഷെ നിങ്ങൾ മൊബൈൽ ഇങ്ങനെ കണ്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർമ്മയെടുക്കും. അപ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കണം, നിങ്ങളുടെ സഹോദരങ്ങളോട്, നിങ്ങളുടെ കൂട്ടുകാരോട്, അതുപോലെ കുഞ്ഞുങ്ങളോടൊക്കെ കൂടുതൽ സംസാരിക്കണം. മൊബൈലിലേക്ക് മൊബൈലിൽ അല്ലാത്ത കാര്യങ്ങൾ. ഇവിടെ നമ്മുടെ ആ പടത്തിൽ ദീപിക പത്രം വായിക്കുന്ന ഒരു വല്യപ്പച്ചനെയും വല്യമ്മച്ചയും നമ്മൾ കണ്ടു. നിങ്ങൾ ദീപിക പത്രത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വായിക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ദീപിക പത്രം ഉണ്ടാകും. നല്ല കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. പത്രം വായിക്കണം, ബൈബിൾ വായിക്കണം. അങ്ങനെ വായിച്ച് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ഓർമ്മയ്ക്കോ ബുദ്ധിക്കോ ഒന്നും കുറവില്ല. ഒരിക്കലും അലസരായിട്ടൊന്നും ഇരിക്കില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഈ പ്രായമുള്ള 100 വയസ്സൊക്കെയുള്ള അല്ലെങ്കിൽ 90 വയസ്സ് കഴിഞ്ഞ കവണിയൊക്കെ ഇട്ട ആൾക്കാരെ കാണുമ്പോൾ കൂടുതൽ സന്തോഷമുണ്ട്. നിങ്ങൾക്കിന്ന് വരാനായിട്ട് സാധിച്ചല്ലോ. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇത് നമ്മളെ ഒരുക്കിയ ഒത്തിരി ത്യാഗം നമ്മുടെ അച്ഛനെടുത്തിട്ടുണ്ട്. അവർ നിങ്ങളുടെ ഇടവക്കാരായ അഴകനാക്കുന്നേലച്ചനും പഞ്ഞിക്കുന്നേലച്ചനും പിന്നെ കൊച്ചനും രൂപതയുടെ വൈസ് ചാൻസലറായ മണ്ണുകുളച്ചനും എല്ലാവരും ഇതിന് പിന്നെ ഒത്തിരി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരുക്കാനായിട്ട് തയ്യാറായ ആളുകൾ, നിങ്ങളെ കണ്ടതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. നമ്മുടെ പരിശുദ്ധ പിതാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ലയോ മാർപ്പാപ്പയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ 87 വയസ്സുള്ളപ്പോൾ മരിച്ചത്. അതിൻ്റെ തലേവർഷമൊക്കെ ഇങ്ങനെ വയോജന ദിനം ആചരിക്കുമ്പോൾ മാർപ്പാപ്പ പറയും, ഞാനും നിങ്ങളെപ്പോലെ വയസ്സിലാണ്. പിറ്റേ വർഷം മാർപ്പാപ്പ, അതൊരു വലിയൊരു ഭാഗ്യമാണ്. മാർപ്പാപ്പ ഈസ്റ്ററിൻ്റെ ദിവസം വന്ന് എല്ലാവരെയും ആശീർവദിച്ചു. തിങ്കളാഴ്ച ദിവസം പിറ്റേ ദിവസം മാർപ്പാപ്പ മരിച്ചു. അത്ര രോഗിയായിരുന്നു. പക്ഷെ അതിന് തിരിച്ചു വന്നു. 2-3 ദിവസം മുമ്പ് വത്തിക്കാനിൽ കൂടെയൊക്കെ നടന്ന് സെൻറ്റ് പീറ്ററിലൊക്കെ പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരുങ്ങുകയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തിന് വേണ്ടി ഒരുങ്ങണം. 70-കാർ വിചാരിക്കും ഇനി എനിക്ക് 10-30 വർഷമൊക്കെ ഉണ്ടെന്ന്. ഉണ്ടാകാം, പക്ഷെ നമ്മൾ ഒരുങ്ങണം. വിൽപ്പത്രമൊക്കെ എഴുതി വയ്ക്കണം, ഭാഗമൊക്കെ കൃത്യമായിട്ട് നടത്തി വയ്ക്കണം. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ മക്കൾ കലഹിക്കും, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഉത്തരവാദിത്വത്തോടുകൂടി നല്ല അപ്പനും അമ്മയും ആയി വല്യപ്പച്ചനും വല്യമ്മച്ചിയൊക്കെ ആയിട്ട് നമുക്ക് മുന്നേറാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കഠിനാധ്വാനമാണ് ഈ രാജാക്കാട് പള്ളി, ഈ ചുറ്റുപാടുള്ള പള്ളികളും സ്ഥാപനങ്ങളും എല്ലാം നിങ്ങൾ അധ്വാനിച്ചതാണ്. നിങ്ങൾക്ക് ഒത്തിരി കഥകൾ പറയാനായിട്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ കണ്ടതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ വലിയ സമ്മേളനം നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് വിളക്ക് കൊടുക്കും. ഈശോയുടെ വല്യപ്പനും വല്യമ്മയുമായ വിശുദ്ധ യോവാക്കിമിന്റെയും വിശുദ്ധ അന്നയുടെയും തിരുനാളിനോടനുബന്ധിച്ച് എല്ലാ വർഷവും ജൂലൈ മാസത്തെ 4ാമത്തെ ഞായറാഴ്ചയാണ് ഈ ദിനം ആചരിക്കുന്നത്. 2021 ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ദിനാചരണം ആരംഭിച്ചത്. പരാശ്രയത്വത്തിന്റെ പാതയിലൂടെ നീങ്ങുന്ന മുതിർന്നവരോട് പുലർത്തേണ്ട ആദരവും അംഗീകാരവും പുതുതലമുറയെ അറിയിക്കുവാനും തങ്ങൾ സ്നേഹിക്കപ്പെടുന്നവരാണ് എന്ന അനുഭവം പ്രായമായവർക്കായി പങ്കുവയ്ക്കുവാനും സാധിക്കണമെന്നതാണ് ഈ ദിനാചരണത്തിന്റെ അന്തസത്ത. മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിരിക്കുന്ന മുത്തശ്ശി മുത്തശ്ശന്മാർക്കും വയോധികർക്കും വേണ്ടിയുള്ള ലോക വയോജന ദിനാചരണം ഇടുക്കി രൂപതയിൽ വിപുലമായ പരിപാടികളോടെയാണ് നടന്നത്. ഫാമിലി അപ്പസ്തലേറ്റിന്റെ നേതൃത്വത്തിൽ രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന പള്ളിയിൽ നടന്ന ചടങ്ങുകൾക്ക് രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ നേതൃത്വം നൽകി. വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ച വയോജന ദിനാചരണത്തിൽ 250-ലധികം പ്രായമായവരെ ആദരിക്കുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ, ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ, ഫാദർ മാത്യു അഴകനാക്കുന്നേൽ എന്നിവർ നേതൃത്വം നൽകി. മിഷൻ ലീഗിന്റെയും തിരുബാല സഖ്യത്തിന്റെയും നേതൃത്വത്തിൽ ഉദയഗിരി സെന്റ് മേരീസ് പള്ളിയിൽ നടന്ന വയോജന ദിനാചരണത്തിന് രൂപതാ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ഐക്കര നേതൃത്വം നൽകി. KCYM-ന്റെ നേതൃത്വത്തിൽ ചെമ്പകപ്പാറ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ നടന്ന ആഘോഷ പരിപാടികൾ രൂപതാ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ മനക്കലേട്ട് ഉദ്ഘാടനം ചെയ്തു. AKCC-യുടെ നേതൃത്വത്തിൽ പോപ്പ് ഫ്രാൻസിസ് സോഷ്യോ എഡ്യൂക്കേഷൻ സെന്ററിൽ വയോജന ദിനാചരണം മാർ ജോൺ നെല്ലിക്കുന്നേൽ വയോജന ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. രൂപതയിലെ എല്ലാ ഇടവകകളിലും വിപുലമായ പരിപാടികളോടെ വയോജന ദിനാചരണം നടന്നു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
നിങ്ങളുടെ സൗന്ദര്യവും ആത്മവിശ്വാസവും കൂടുതൽ മിഴിവാർന്നതാകുവാൻ ഇനി മുതൽ കിൻസുഗി യൂണിസെക്സ് സലോൺ ആൻഡ് ബ്യൂട്ടി ഹബ്, കിലോ ബസാർ ബിൽഡിംഗ്, നിയർ KSRTC സബ് ഡിപ്പോ, വെള്ളയാങ്കുടി. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി മികച്ച സേവനങ്ങൾ. എല്ലാ ബ്യൂട്ടി സർവീസുകളും ഇനി ഒരു കുടക്കീഴിൽ. പരിചയസമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനം. ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക ഓഫറുകൾ. കട്ടപ്പനയിൽ ആദ്യമായി നാനോച്ചിപ്പുകൾ ഉപയോഗിച്ച് കൊറിയൻ ഫേഷ്യൽ, ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകൾ മാറ്റി മോയ്സ്ചറൈസ്ഡ് ആൻഡ് പെർഫെക്റ്റ് ഗ്ലോയും സ്വന്തമാക്കാം. ജെന്റ്സ്, ലേഡീസ് ആൻഡ് കിഡ്സ് ഹെയർ കട്ടിംഗ്, സ്കിൻ കെയർ, ഹെയർ സ്പാ, സ്മൂത്തനിങ്, മാനിക്യൂർ ആൻഡ് പെഡിക്യൂർ. എല്ലാവിധ ഫേഷ്യലുകളും ഹെയർ ട്രീറ്റ്മെന്റുകളും. നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളെ കൂടുതൽ സുന്ദരമാക്കുവാൻ കിൻസുഗി. കിൻസുഗി യൂണിസെക്സ് സലൂൺ ആൻഡ് ബ്യൂട്ടി ഹബ്, കിലോ ബസാർ ബിൽഡിംഗ്, നിയർ KSRTC സബ് ഡിപ്പോ, വെള്ളയാങ്കുടി.